ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് ചിലരെങ്കിലും ഊഹിച്ചിട്ടുണ്ടാവും നമ്മുടെ മീൻ കറി. മീൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ പല രീതിയിലുള്ള മീൻ കറികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാങ്ങ ഇട്ട മീൻ കറി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ മാങ്ങ ഇട്ടിട്ടാണ് മീൻ കറി ചെയ്യുന്നത്. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കട്ടെ. എന്താ വെച്ചാൽ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ എന്നെ വഴക്ക് പറയും എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് തേങ്ങയും തേങ്ങാപ്പാലും ഒഴിവാക്കിയിട്ടുള്ള റെസിപ്പികൾ ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ ചെയ്തു വരുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മൾ തേങ്ങയോ തേങ്ങാപ്പാലോ ചേർക്കാത്ത റെസിപ്പി വരാറില്ല. എന്താ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങയും തേങ്ങാപ്പാലും ചേർത്തുള്ള റെസിപ്പികൾ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ കിട്ടാൻ യാതൊരു നിവൃത്തിയില്ലാത്ത ആളുകൾ ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും ഇത് ഈ ഒരു മീൻ കറി ഉണ്ടാക്കാൻ കുറച്ച് മീൻ വാങ്ങിക്കുക. അതുപോലെ തന്നെ മാങ്ങ ഇപ്പോൾ അവൈലബിൾ ആണ്, മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന മീൻ കറിയാണ്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, വലിയ ജോലികളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന പോലെയുള്ള ജോലികളൊന്നും ഈ ഒരു മീൻ കറിയിലില്ല. എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക, കുക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ടുള്ള മീൻ കറിയാണ്. അതുപോലെ തന്നെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. സാധാരണ നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യം ഞാൻ വീണ്ടും പറയാണ്, എല്ലാ മീൻ കറികളും നമ്മൾ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം വൈകിട്ട് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആവും. പിന്നെ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കഴിക്കാൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ മീൻകറിക്ക് ആ മീൻകറിയുടെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. മീനിലേക്ക് പുളിയും ഉപ്പും എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം എടുത്തു പറയുന്നത്, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മീൻകറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ ചൂടോടെ കഴിക്കണമെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനുകൾ ഉപയോഗിച്ചിട്ട്, ഞാൻ ചെയ്യുന്ന ഈ ഒരു മീൻ തന്നെ ആവണം എന്നില്ല, നിങ്ങൾക്ക് ഏത് മീനാണോ കിട്ടുന്നത് ആ മീൻ ഉപയോഗിച്ചിട്ട് മാങ്ങയും ഉപയോഗിച്ചിട്ട് ഈ ഒരു മീൻ കറി ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് കമന്റ്സും വരാറുണ്ട് ഇന്ന റെസിപ്പി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മിക്കവാറും ചില റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുള്ള റെസിപ്പികൾ തന്നെയായിരിക്കും. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാറാണ് പതിവ്. അപ്പൊ ചെയ്തിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ റെസിപ്പി ഒക്കെ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാങ്ങ ഇട്ട തനി നാടൻ രീതിയിലുള്ള മീൻകറി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ വറ്റയാണ് വാങ്ങിച്ചിരിക്കുന്നത്. വറ്റ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ പരവ, പ്രാഞ്ഞീൻ, അയില അങ്ങനെയുള്ള ഏത് മീൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം. നമ്മുടെ കൊഴുവ അതുപോലെ ചാള ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല. ഇതുപോലെ തിക്നെസ് ഉള്ള മീൻ അല്ലെങ്കിൽ പരവ പോലെയുള്ള മീനുകളാണ് ഈ ഒരു കറിക്ക് നല്ലത്. ഇപ്പോൾ ഇതിപ്പോൾ 1 കിലോ മീനാണ്. ഇതിലേക്ക് നമുക്ക് പുളിക്ക് അനുസരിച്ച് മാങ്ങ ചേർക്കാം. ഞാനിപ്പോൾ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങ ചെറുതും ഒരു മാങ്ങ വലുതുമായിരുന്നു, അതുകൊണ്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി ചതച്ചത്, ഒരു സവോള, ഒരു 4-5 പച്ചമുളക്. അത് നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള കറിയാണ്. അപ്പോൾ കുറച്ച് പച്ചമുളക് കൂടുതൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയും തേങ്ങാപ്പാലും ചേർക്കുമ്പോൾ ചെറിയ മധുരം ഉണ്ടാവും. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കുക. അതുപോലെ തന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. 2-ാം പാല് കുറച്ച് കൂടുതൽ എടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2-ാം പാലിൽ കിടന്നിട്ടാണ് നമ്മുടെ മീൻ കുക്കാവുന്നതും മാങ്ങ കുക്കാവുന്നതല്ല. അപ്പോൾ ഇത് കുറച്ച് തിക്നെസ് ഉള്ള ഗ്രേവിയാണ്, ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യില്ല, തേങ്ങാപ്പാലിൽ തന്നെ കുക്ക് ചെയ്യുക. അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ കൂടുതൽ. 2-ാം പാല് കൂടുതലും 1-ാം പാല് കുറച്ചും മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയാണെങ്കിൽ സാധാരണ മുളക് പൊടി എടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കറിക്ക് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉലുവ പൊടിച്ചതാണ്. ഇത് നമ്മൾ 2 പിഞ്ച് ചേർക്കുള്ളൂ, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ഉലുവ പൊടിച്ചെടുത്തത്. പിന്നെ കറിവേപ്പില. നമ്മുടെ മീൻ വേവിക്കുന്നതിന് ആദ്യം ഒരു മസാല പ്രിപ്പയർ ചെയ്യണം. ആ മസാല ആദ്യം റെഡിയാക്കാം, അതിനുശേഷം നമുക്ക് അതിലേക്ക് മീൻ ചേർക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ സവോള, പച്ചമുളക്, മാങ്ങ, ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ അളവ് തെറ്റിപ്പോകാതിരിക്കാനാണ് വീണ്ടും അളവ് പറയുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ചില മീൻ കറികളിൽ നമ്മൾ കൂടുതൽ മല്ലിപ്പൊടി അരയ്ക്കും, ചില മീൻ കറികളിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുള്ളത്. അരയ്ക്കുന്ന കറികളാണെങ്കിലും മല്ലിപ്പൊടി കൂടുതൽ അരയ്ക്കും. അത് ഓരോ കറികളും ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ എരിവനുസരിച്ച് അളവ് വ്യത്യാസം വരുത്തണം. ഞാൻ ഈ പറയുന്ന അളവ് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ എരിവ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ മാങ്ങയിലേക്കും നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ മാങ്ങയ്ക്കാണെങ്കിലും അധികം കുക്കിംഗ് ടൈം ഇല്ല, മീനിനും അധികം കുക്കിംഗ് ടൈം ഇല്ല. അതനുസരിച്ച് വേണം നമ്മൾ മാങ്ങയുടെ പീസിൻ്റെ വലിപ്പം കട്ട് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മീൻ കുക്കായി വന്നാലും നമ്മുടെ മാങ്ങ കുക്കായി വരില്ല. വലിയ പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ ചെറിയ പീസുകളായിട്ടാണ് മാങ്ങ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാങ്ങ വേഗം തന്നെ കുക്കായി അലിഞ്ഞു പോവും, മീൻ കുക്കാവില്ല. അപ്പോൾ രണ്ടിൻ്റെയും കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് മീനിൻ്റെ പീസിൻ്റെ വലിപ്പം അനുസരിച്ച് തന്നെ നമ്മൾ മാങ്ങയുടെ പീസും കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഈ ചില കറികളിൽ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ, നമ്മളിപ്പോൾ മാങ്ങ തന്നെയാണെങ്കിലും തേങ്ങ അരച്ചൊഴിക്കുന്ന കറിയാണെങ്കിൽ ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. രണ്ടാം പാലിൽ ചേർത്തിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ആയി വരും. പിന്നെ നിങ്ങൾക്ക് കൈ ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതെല്ലാം റെഡി ആക്കിയിട്ട് ലാസ്റ്റ് ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഗ്രേവി റെഡിയാക്കിയിരിക്കുന്നത്. ഇതിനി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം. അപ്പോൾ തിളച്ചു തുടങ്ങുമ്പോൾ എരിവ് നോക്കുക. എരിവ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 2ഓ 3ഓ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ മധുരം വരുന്നതുകൊണ്ടാണ് കറിയുടെ എരിവിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനി തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് എരിവ് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ എരിവ് ആവശ്യത്തിനുണ്ട്. കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കാൻ പോവാണ്. എരിവ് ആവശ്യത്തിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എരിവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ സവാളയൊക്കെ കുക്കായി മീനിലേക്കൊക്കെ നന്നായിട്ട് മുളകൊക്കെ പിടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് അവസാനം ചേർക്കാനുള്ളത് ഉലുവപ്പൊടി മാത്രമാണ്. അത് ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള പൊടികൾ ചേർത്തതിൻ്റെ കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവപ്പൊടി അധിക സമയം കുക്കായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഉലുവപ്പൊടി ചേർക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഗ്രേവി തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മീനും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുള്ളൂ. ഈ ഒരു മീൻ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ രാവിലെയാണ് മീൻ കറി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രിയിലത്തേക്ക് യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് റെഡിയാക്കി വെച്ചിട്ട് നാളത്തേക്ക് യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് നമ്മുടെ മീനിലേക്ക് പിടിച്ചു വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ മീനിൻ്റെ പേര് നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ആവോലി ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിൽ. ഇപ്പോൾ എനിക്കറിയാവുന്ന മീനുകളിൽ ഇപ്പോൾ ആവോലി എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ആവോലി എന്ന് തന്നെയാണോ ആ മീനിന് പറയാമെന്നറിയില്ല. ഏകദേശം ഒറ്റ പോലെയൊക്കെ ഇരിക്കുന്ന മീൻ തന്നെയാണ് ആവോലി. അപ്പോൾ ആവോലി യൂസ് ചെയ്യാം. അതുപോലെ പ്രാഞ്ഞീൻ എന്ന് പറയുന്ന മീൻ, നമ്മുടെ പറവയും പ്രാഞ്ഞീനും ഏകദേശം ഒരു വലിപ്പത്തിലാണ് ഇരിക്കുന്നത്. അതാണെങ്കിൽ ഇത്രയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത്, 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്യുക. പിന്നെ ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. കുക്കായി തുടങ്ങിയതിന് ശേഷം ഇളക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകില്ല, പക്ഷെ കുക്കായി കഴിഞ്ഞിട്ട് നമ്മൾ അധികം ഇളക്കരുത്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഇതിൽ സവോളയ്ക്ക് പകരം
ഉള്ളി യൂസ് ചെയ്യണമെങ്കിൽ ഉള്ളി യൂസ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ ഉള്ളി പൊളിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു സവോള ചേർത്തത്. ഇല്ലെങ്കിൽ ഒരു 25 മുതൽ 30 ഉള്ളി വരെ. അത് വലിയ ഉള്ളിയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് പൊളിച്ച് ചേർക്കാം. ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ ചതച്ച് ചേർക്കാം. നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക, നമ്മുടെ ഗ്രേവിക്ക് കുറച്ചുകൂടി തിക്നെസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനപ്പോൾ ഈസി ആയിട്ടുള്ള രീതിയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് സവോള ചേർത്തത്. സാധാരണ മീൻകറിയിൽ അങ്ങനെ നമ്മൾ സവോള ചേർക്കാറില്ല, ചില മീൻകറി റെസിപ്പിയിൽ സവോള ചേർക്കാറുള്ളൂ. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് പുളി കുറവായി പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മീനിലേക്ക് കറക്റ്റായിട്ട് പുളി പിടിച്ചില്ലെങ്കിൽ ആ മീനിന് ടേസ്റ്റ് ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം, അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം, ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക. മീൻകറി എപ്പോഴും ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് മീൻകറി ഇളക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചട്ടി ചുറ്റിച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പിന്നീട് ചേർക്കാം, കുക്കായി കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് അങ്ങ് കുറുകി പോയിട്ടില്ല. മീനൊക്കെ കുക്കായി, മാങ്ങയും കുക്കായി, ഇതുപോലെ കുറച്ച് ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉലുവപ്പൊടി ചേർക്കണം. ഞാനപ്പോൾ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ പറഞ്ഞല്ലോ അവസാനം ചേർക്കുന്നുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിപ്പോൾ തേങ്ങാപ്പാലിൽ നിന്നുള്ള ആ ഒരു എണ്ണയാണ് ഈ തെളിഞ്ഞു നിൽക്കുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ തേങ്ങയുടെ 1/4 പാല്, കുറച്ച് പച്ച വെളിച്ചെണ്ണ, നമ്മളെല്ലാ മീൻകറി റെസിപ്പിയിലും ചെയ്യുന്ന പോലെ തന്നെ, പിന്നെ ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി. അധികമായി പോരുത്, കയ്പ്പ് വരും, അതുകൊണ്ടാണ് വളരെ കുറച്ച് 2 പിഞ്ച് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ഈ ചട്ടി ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി ചുറ്റിച്ചു. ഇനി ഇതിപ്പോൾ അടച്ചു വയ്ക്കാൻ പോവാണ്. ഇത് ഒന്ന് ചൂട് മാറി വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കാണിച്ചു തരാം മീൻ കറിയുടെ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഈ വേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഉലുവപ്പൊടിയും എല്ലാം നമ്മുടെ മീൻകറിയിലേക്ക് പിടിച്ച് ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് മീൻകറിയിലേക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അതുപോലെ തന്നെ ചൂട് മാറി കഴിഞ്ഞിട്ട്, ഇപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടുത്ത ദിവസം കഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി കഴിക്കുക. അപ്പോൾ മീൻകറി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മീൻകറി ചൂടൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവി ആയിക്കഴിഞ്ഞു. നമ്മുടെ മീൻകറിയുടെ ചാറ് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, മീനിൻ്റെ പീസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറുകിയ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ ഉള്ള കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു ടൈമിൽ ഓഫ് ചെയ്യുക. കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യമെങ്കിൽ നമ്മൾ ഓഫ് ചെയ്തതിന് മുന്നേ ആയിട്ട് ഒരു 2-3 മിനിറ്റ് മുന്നേ ആയിട്ട് ഓഫ് ചെയ്ത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 10 മിനിറ്റാണ് കുക്ക് ചെയ്തെടുത്തത്, ഈ മീനും മാങ്ങയും എല്ലാം ചേർന്നിട്ട്. മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ്, മീൻ ചേർക്കുന്നതിന് മുന്നേ 2 മിനിറ്റ്, അങ്ങനെ 12 മിനിറ്റാണ് ടോട്ടൽ കുക്കിംഗ് ടൈം എടുത്തത്. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ വ്യത്യാസം അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഈ മീൻ കുക്കാകാനുള്ള സമയമാണ് 12 മിനിറ്റ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ലാസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ കപ്പ പുഴുക്ക് ഉണ്ടാക്കില്ലേ, കപ്പ പുഴുക്ക് ഉണ്ടാക്കും, കപ്പയും കാന്താരി ഉണ്ടാക്കും, അതുപോലെ കപ്പ പുഴുങ്ങിയത്, അങ്ങനെ അത് കപ്പയുടെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അപ്പം, ഇടിയപ്പം, ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മീൻ കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കമൻറ്റ് ഇഷ്ടമായി കഴിഞ്ഞാലുള്ളതും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.